ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവെച്ച മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇന്ന് മനസ്സിലാക്കി തരാനാണ്. ഒരു പക്ഷേ നിങ്ങൾ പുസ്തകം വായിച്ച് ഇത് കേട്ടിട്ടുണ്ടാകും. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇന്ന് പറയുവാനും 20-ാം നൂറ്റാണ്ടിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ഒരു 300-400 വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു വെച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുമാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് കാലത്തിൻ്റെ അവസാനമായി എന്ന് പലരും പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധ അമ്മ തന്നെ കൊടുത്ത വെളിപാടുകൾ, ദർശനങ്ങൾ, പ്രത്യക്ഷീകരണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് അവസാന കാലഘട്ടമാണ് എന്ന്. നമുക്ക് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, അവിടെ എന്താണ് പരിശുദ്ധ അമ്മ പറഞ്ഞതെന്ന് പൂർണ്ണമായി നമുക്ക് കേൾക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അധികം ആരും അറിയാത്തതും എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യക്ഷീകരണമാണ് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇക്വഡോറിലെ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് 1552 മുതൽ 1634 വരെയാണ് ഇത് നടന്നിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രത്യക്ഷീകരണം ശ്രദ്ധിച്ച് കേട്ടാൽ അവസാന കാലഘട്ടമാണ് ഇതെന്ന് ഇനിയൊരു കാര്യം പറയേണ്ട ആവശ്യമില്ല. അത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധ അമ്മ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ പ്രത്യക്ഷീകരണം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. മരിയാന ഡി ജീസസ് ടോറസ് എന്ന് പേരായിട്ടുള്ള ഒരു പെൺകുട്ടിക്കായിരുന്നു. അവരെങ്ങനെയാണ് അത് കണ്ടത് എന്ന് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കപ്പലിനെ ആക്രമിക്കാനായിട്ട് ഒരു ഉഗ്രസർപ്പം വരുന്നതും മരിയാന കാണുന്ന ദർശനങ്ങളും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ സഭ സ്ഥാപിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് സർപ്പം വന്നത്. അപ്പോൾ കുട്ടിയുമായി വന്ന സ്ത്രീ ഈ സർപ്പത്തെ തോൽപ്പിക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ മരിയാന ശരിക്കും മരിക്കുന്നതിനേക്കാൾ മുൻപ്, അതായത് 1635 ജനുവരി 15-ാം തീയതിയാണ് 72-ാമത്തെ വയസ്സിൽ മദർ മരിയാന മരിക്കുന്നത്. ഈ മരിയാന എന്ന് പറഞ്ഞ പെൺകുട്ടി പിന്നീട് കന്യാസ്ത്രീയായി. എന്നിട്ട് ഉണ്ടാകുന്ന ദർശനമാണിതൊക്കെ. അപ്പോൾ ഈ മദർ മരിക്കുന്നത് 1635 ജനുവരി 15-നാണ്. ഈ മദർ ഇങ്ങനെ ശരിയായ മരണം സംഭവിക്കുന്നതിനേക്കാൾ മുൻപ് 2 പ്രാവശ്യം അവർ മരിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം അവർ ശരിക്കും മരിച്ചിട്ട് പിന്നീട് ജീവനിൽ പ്രവേശിച്ചിട്ടുള്ളതാണ്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊക്കെ കോൺവെൻറ്റിലെ രേഖകളിലുള്ളതാണ് കേട്ടോ. 1582 19-ാം വയസ്സിലാണ് ഒന്നാമത് മരിച്ചത്. ഒരു ദർശനത്തിൽ കാൽവരിയിലെ പീഡകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ മരിയാന കാണുകയാണ്. കുരിശിന് താഴെ പരിശുദ്ധ അമ്മയും നിന്നിരുന്നു. ഈ സമയം 3 വാളുകൾ ഈശോയുടെ ശിരസിന് മീതെ വന്ന് നിൽക്കുന്നതായിട്ട് മരിയാന കാണുകയാണ്. ഈശോയുടെ ശിരസിന്റെ മീതെ 3 വാളുകൾ. ഓരോ വാളിന്മേലും ദൈവനിന്ദയെ ഞാൻ ശിക്ഷിക്കും, ദൈവദൂഷണത്തെ ഞാൻ ശിക്ഷിക്കും, അശുദ്ധിയെ ഞാൻ ശിക്ഷിക്കും എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഈ ശിക്ഷിക്കും എന്ന് പറയുന്നത് ലോകത്തിനെയാണ്. ലോകത്തിനെ ശിക്ഷിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, 1582 2 മുതലാണ് ഇത് പറയുന്നത്. അന്ന് ദൈവദൂഷണമോ ദൈവനിന്ദയോ അശുദ്ധിയോ ഒന്നും ഇങ്ങനെ കടന്നു വന്നിട്ടില്ല. അപ്പോഴാണിത് പറയുന്നത്. എന്നിട്ട് മാതാവ് പറഞ്ഞു മരിയാനോട്, ഈ എഴുതി കാണിച്ചതെല്ലാം 20-ാം നൂറ്റാണ്ടിന് ശേഷം സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നീ ഇപ്പോൾ സഹനം എടുക്കുമോ എന്നാണ് ചോദിച്ചത്.
അപ്പോൾ 1582 ഇങ്ങനെ ചോദിക്കുമ്പോൾ 2025 നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 443 വർഷം മുൻപ് ജീവിച്ചിരുന്ന ഒരു കന്യാസ്ത്രീയോടാണ് മാതാവ് പറയുന്നത് 443 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ ദൈവനിന്ദയ്ക്കും ദൈവദൂഷണത്തിനും അശുദ്ധിക്കും പരിഹാരമായിട്ട് നീ സഹനം ഏറ്റെടുക്കുമോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, സഹനത്തിൻ്റെ ഒരു വഴി നിങ്ങൾ കണ്ടു. സഹനം കാണുമ്പോൾ പേടിച്ചോടുകയാണിന്ന്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ ധ്യാനം കൂടും, നിയോഗം വയ്ക്കും. എത്ര നിയോഗം വയ്ക്കാം, ഇവിടെ എത്ര നിയോഗം വയ്ക്കാം, അവിടെ എത്ര നിയോഗം വയ്ക്കാം. ഇവിടെ പോയാൽ എത്ര പെട്ടെന്ന് കാര്യം സാധിക്കും, മറ്റിടത്ത് പോയാൽ എങ്ങനെയാണ് കാര്യം സാധിക്കുക? എല്ലാ കാര്യങ്ങളും സാധിച്ച് നമ്മുടെ സഹനങ്ങളെയൊക്കെ മാറ്റി 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 കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ സഹനം ഒരു നിധിയാണെന്നും സഹനമാണ് സ്വർഗത്തിൻ്റെ വാതിലെന്നും സഹനത്തിലൂടെ മാത്രമേ ആത്മാക്കളെ രക്ഷിക്കാനും പാപികളുടെ മാനസാന്തരം നടക്കൂ എന്നും ഈ സഹനമാണ് കുരിശിൽ കർത്താവ് കാണിച്ചു തന്നത് എന്നുള്ള സുവിശേഷം ഇന്ന് പാടെ മറന്നിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പോകും, വിവാഹം നടക്കാനും മറ്റേതിന് മത്സരമൊക്കെ പ്രാർത്ഥിക്കും, ഒന്നും ശരിയാവില്ല. അപ്പോഴാണ് മറ്റൊരു സംഭവം ഉയർന്നു വരുന്നത്, അവിടേക്ക് ഓടി. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടി. അപ്പോൾ മനുഷ്യൻ ഇന്ന് സഹനം മാറിപ്പോകാനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ സുവിശേഷം എന്ത് പറയുന്നു? നിന്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് നീ എൻ്റെ പിന്നാലെ വന്ന് എൻ്റെ ശിഷ്യനായിരിക്കുകയെന്ന്. ഇത് അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ വരുന്ന പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്. പ്രഘോഷണങ്ങളുടെ ലക്ഷ്യം തന്നെ മാറിപ്പോകും. പ്രഘോഷണങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് പ്രഘോഷിക്കുന്നവർക്ക് പോലും അറിയാത്ത കാലഘട്ടം വരും. അതുപോലെ പ്രഘോഷിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പ്രശസ്തി, കുറച്ച് സ്ഥാനം, കുറച്ച് ജീവിതത്തിൻ്റെതായ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഇത് മുൻപന്തിയിൽ നിൽക്കും. നിങ്ങൾ ഓർക്കണം, 443 വർഷം മുമ്പ് ഒരു കന്യാസ്ത്രീയോട് പരിശുദ്ധ അമ്മ പറയാണ്, ഈ 443 വർഷം കഴിയുമ്പോൾ മനുഷ്യർ ഇതുപോലെ ദൈവത്തെ നിന്ദിക്കും, അതിനുള്ള സഹനം നീ ഏറ്റെടുക്കുമോ എന്ന്. ഇത് കൃത്യമായി വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന്. കുറേ പാപികളെ രക്ഷപ്പെടുത്താൻ, കുറേ ആത്മാക്കൾക്ക് വിടുതൽ കൊടുക്കാൻ പരിശുദ്ധ അമ്മയെ ഈശോയും അന്വേഷിച്ച് നടക്കാണ്. ആരാണ് സഹനം ഏറ്റെടുക്കുക? പിറുപിറുപ്പില്ലാതെ ആര് സഹനം ഏറ്റെടുക്കും? പ്രിയ സഹോദരങ്ങളെ, ഈ സഹനം എന്ന് പറയുന്നത് ഒരു ഇരുമ്പ് കട്ട കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ തരുന്നതല്ല. കൂടെ നിൽക്കുന്നവർ അവഗണിക്കുമ്പോൾ, കൂടെ നിൽക്കുന്നവർ ചവിട്ടി താഴ്ത്തുമ്പോൾ, കൂടെ നിൽക്കുന്നവർ ചതിക്കുമ്പോൾ, കൂടെ നിൽക്കുന്നവർ നമ്മുടെ വേദന കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇതാണ് സഹനം. ഇതാണ് സഹനം. സഹനം തേടി നിങ്ങൾ ചരലിൽ മുട്ടുകുത്താനൊന്നും പോണ്ട. അത് അൽഫോൻസമ്മയ്ക്കും അവർക്കൊക്കെ പ്രത്യേക വിളി കിട്ടിയിട്ടുള്ളതാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ നിരസനമാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ സഹനം. നീ അങ്ങോട്ട് സ്നേഹിക്കുന്നു, ഇങ്ങോട്ട് സ്നേഹമില്ല. ഇങ്ങോട്ട് ചതി കിട്ടുന്നു, വഞ്ചന കിട്ടുന്നു, അപവാദം പറയുന്നു, നിന്നിടിച്ചു താഴ്ത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് സ്നേഹത്തിൻ്റെ സഹനം. സ്നേഹം കിട്ടിയാലും കരയും, സ്നേഹം കിട്ടിയില്ലെങ്കിലും കരയും. അതതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. സ്നേഹം അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ സ്നേഹം എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, അതിന് ഭയങ്കരമായ അർത്ഥങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്, സ്നേഹം കിട്ടിയില്ലെങ്കിലും നമ്മൾ കരയും, കിട്ടേണ്ടിടത്ത് നിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ, അവകാശപ്പെട്ടിടത്ത് നിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കും. ഇനി സ്നേഹം കിട്ടിയാലോ സന്തോഷം കൊണ്ട് കരയും. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പ്രശ്നമുണ്ട്. ചിലപ്പോൾ വഴക്കിലായിരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് സ്നേഹം വന്ന് സ്നേഹിച്ച് കൂടുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് കരയും. എൻ്റെ അമ്മ അതിലൊന്നാമത്തെ ആളാണ്. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സന്തോഷം കൊണ്ട് അമ്മ കരയുന്ന പാർട്ടിയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സ്നേഹത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ സ്നേഹമുള്ളിടത്തെ ബഹുമാനമുള്ളൂ. സ്നേഹമുള്ളിടത്ത് ബഹുമാനമുള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ
ഭയങ്കര നോവുള്ള ഒരു വികാരമാണ് സ്നേഹം. വേദനിപ്പിക്കുന്ന ഒരു വികാരമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം നിങ്ങൾ വായിച്ചാൽ മതി. സ്നേഹമാണ് സർവർക്കിഷ്ടം. നീ എന്തൊക്കെ പ്രവചനം നടത്തിയാലും, നീ എത്ര വലിയ പ്രഘോഷണം നടത്തിയാലും, നീ എന്തുമാത്രം ആളുകളെ സുഖപ്പെടുത്തിയാലും, നീ എന്തുമാത്രം ആളുകളെ മാനസാന്തരപ്പെടുത്തിയാലും, നിന്റെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്നേഹമാണ് സർവർക്കിഷ്ടം. ഈ അന്ത്യകാലത്തും ഈശോയും മാതാവും പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. ഇതാണ് സാത്താനെതിരെയുള്ള ആയുധം. എളിമ, വിശുദ്ധി, സ്നേഹം, ക്ഷമ, ദയ, നന്മ, ഇതൊക്കെയാണ് സാത്താനെതിരെയുള്ള ആയുധം. നമുക്കിപ്പോൾ സ്നേഹിക്കാനാണ് പറ്റാത്തത്. നമുക്ക് വീണ്ടും കാണാം ഈ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്താണ് പറയുന്നത്. പരിശുദ്ധ അമ്മ പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിന് ശേഷം സംഭവിക്കുന്ന ഈ കാലത്തിൽ സംഭവിക്കുന്ന ഈ പാപങ്ങൾക്ക് നീ സഹനം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ മരിയാന അതിന് സമ്മതം കൊടുത്തു, ഞാൻ ഏറ്റെടുത്തോളാം എന്ന്. ആ സമയം തന്നെ ആ വാളുകളൊക്കെ അപ്രത്യക്ഷമായി. എന്നിട്ട് അതൊക്കെ മരിയാനയുടെ ഹൃദയത്തിലാണ് പിന്നെ ഈ 3 വാളുകൾ വന്ന് പതിച്ചത്. അങ്ങനെ ആ വാള് വന്ന് പതിച്ചത് കൊണ്ട് അവൾ മരിച്ചവളെ പോലെ ആയി. ഈ സമയത്ത് മരിയാന സ്വർഗത്തിലെത്തിയെന്നാണ് പറയുന്നത്. ആ സമയത്ത് സ്വർഗത്തിലെത്തിയ മരിയാനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുന്നോ അതോ സഹനം സ്വീകരിച്ച് തിരികെ പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു ഈശോ. അപ്പോൾ മരിയാന പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹം. സ്വർഗം കണ്ടോര് പിന്നെ ഭൂമിയിൽ സഹിക്കാൻ വരാമെന്ന് പറയൂ? സ്വർഗം എന്ന് ശരിക്കുള്ള സ്വർഗത്തിനെ കുറിച്ച് ഒരു ദർശനമെങ്കിലും കണ്ടിട്ടുള്ളവർ പിന്നെ ഈ ഭൂമിയിൽ അധികം നിൽക്കണമെന്ന് ആഗ്രഹിക്കില്ല. അപ്പോൾ മരിയാന പറഞ്ഞു, സ്വർഗത്തിൽ തുടരാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ മരിയാനോട് മാതാവ് ചോദിച്ചു, എൻ്റെ ഒപ്പം ഭൂമിയിൽ സഹിക്കാൻ പങ്കാളിയാകുമോ നീയെ എന്ന് ചോദിച്ചു. അപ്പോൾ മരിയാന അതിനും സമ്മതിച്ചു. അങ്ങനെയാണ് മരിയാനയെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ മരിച്ചു എന്ന് ഗണിക്കപ്പെട്ട ആ സമയത്ത് 20-ാം നൂറ്റാണ്ടിന് ശേഷം ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന സകലതിനെയും കുറിച്ച് ഒരു പരമ്പര തന്നെ മരിയാന ദർശനത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ മരണം. പിന്നെ 7 വർഷം കഴിഞ്ഞ്, അപ്പോൾ 19-ാം വയസ്സിലുണ്ടായ സംഭവമാണിത്. ഇനി 7 വർഷം കഴിഞ്ഞ് 26-ാമത്തെ വയസ്സിൽ രണ്ടാമത് മരിച്ചു. അത് കോൺവെൻറ്റിൻ്റെ രേഖകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ് ഉണ്ടായെന്നറിയോ? 1 വർഷം നീണ്ടു നിന്ന പീഡകൾ, സഹനങ്ങൾ, അതിൻ്റെ അവസാനം കഠിനമായ രോഗാവസ്ഥയിലേക്ക് മരിയാന പോവുകയാണ്. അങ്ങനെ ആ വർഷത്തെ പെസഹ കാലത്ത് ആ ദുഃഖ വെള്ളിയാഴ്ച കന്യാസ്ത്രീകൾ നോക്കി നിൽക്കെ ശരീരം പ്രവർത്തനമൊക്കെ നിലച്ചു, മരിച്ചു. അപ്പോൾ അവർ മൃതദേഹം മരിക്കാനായിട്ടൊക്കെ ഒരുക്കി, സംസ്കാരത്തിനായിട്ട് ഒരുക്കി. ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈസ്റ്റർ കഴിയാൻ കാത്തു നിന്നു എന്നാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായില്ല. 443 വർഷം മുൻപ് ഇന്ന് മരിച്ച അവർ 2 ദിവസം കൂടി കാത്തിരിക്കുമായിരിക്കും. നമ്മൾ ഇതിൽ വെക്കുമല്ലോ, ഫ്രീസറിൽ വെക്കും, മൊബൈൽ ഫ്രീസറിൽ വെക്കും, അതല്ലെങ്കിൽ മോർച്ചറിയിൽ വെക്കും. ഇവരെങ്ങനെയാണ് വെച്ചതെന്ന് അന്നൊന്നും ഇതില്ലല്ലോ. അപ്പോൾ പണ്ടത്തെ യേശുവിൻ്റെ കാലത്ത് പോലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പുരട്ടി വേണമെങ്കിൽ അങ്ങനെ വെച്ചാൽ അതങ്ങനെ ഇരിക്കുമായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ ഈസ്റ്റർ കഴിയാനായിട്ട് മൃതസംസ്കാരത്തിനായിട്ട് ഒരുക്കി വെച്ച് ഈസ്റ്റർ കഴിയാൻ കാത്തു നിന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈസ്റ്ററിൻ്റെ ദിവസം രാവിലെ 4 മണിക്ക് കന്യാസ്ത്രീകളൊക്കെ പ്രാർത്ഥിക്കാൻ ചാപ്പലിൽ എത്തിയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മരിയാന. ഇതാണ് മരിയാനയുടെ രണ്ടാമത്തെ മരണം. ഈ കാഴ്ച കണ്ട് കന്യാസ്ത്രീകളൊക്കെ പേടിച്ചു മദറിനോട് പറഞ്ഞു, ഇതാ ഇവിടെ മരിയാന ജീവിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ ഈ മരണം സംഭവിച്ച ഈ സമയത്ത് മരിയാന നിർവഹിക്കാനിരിക്കുന്ന പ്രവാചക ദൗത്യത്തിന് വേണ്ടിയും അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന പേരിൽ അറിയപ്പെടാനിരിക്കുന്ന ദർശനങ്ങൾക്ക് വേണ്ടിയും മരിയാനയെ സ്വർഗം ഒരുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിൻ്റെ പ്രതിമ നിർമ്മിക്കാൻ മാതാവ് മരിയാനോട് പറയുന്നത്. ആ പ്രതിമയുടെ അത്ഭുതം കാണണോ? നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന മാതാവിൻ്റെ സ്റ്റാച്ചു.
1610 മരിയാനയുടെ 47ാമത്തെ വയസ്സിലാണ് പ്രതിമ നിർമ്മിക്കാൻ മാതാവ് ചുമതലപ്പെടുത്തുന്നത്. കിറ്റോയിലെ മെത്രാനും ഇതുപോലൊരു ദർശനം ഉണ്ടായതുകൊണ്ട് മെത്രാൻ ഇങ്ങനെ ഒരു പ്രതിമ നിർമ്മിക്കാനുള്ള അനുവാദം കൊടുത്തു. പ്രതിമ നിർമ്മിക്കാനുള്ള ശില്പിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതും മാതാവാണ്. ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് മാതാവ് പറഞ്ഞു, പ്രതിമയുടെ ഉയരം 5 അടി 11 ഇഞ്ച് വേണമെന്ന്. അതായത് മാതാവിൻ്റെ ഉയരമായിരിക്കും പറയുന്നത്. 5 അടി 11 ഇഞ്ച് മാതാവ് തന്നെ പറഞ്ഞു കൊടുത്തു. ഈ ഉയരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? കിറ്റോയിലെ ഒരു ശില്പി ഈ ഉയരത്തിൽ ഒരു ശില്പം നിർമ്മിക്കില്ലത്രേ. കാരണം കിറ്റോയിലെ ജനങ്ങൾ ഉയരം കുറഞ്ഞതാണ്. അപ്പോൾ ദർശനത്തിൽ മദർ കണ്ടതുപോലെ ശില്പി മാതാവിൻ്റെ പ്രതിമ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. മാതാവ് ഇങ്ങനെയാണ് ദർശനത്തിൽ കണ്ടത് എന്ന് മദർ പറഞ്ഞു കൊടുത്തു. എങ്കിലും ഈ ശില്പി മാതാവിൻ്റെ പ്രതിമ ഉണ്ടാക്കി. എന്നിട്ട് ഈ പ്രതിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ചായങ്ങൾ വാങ്ങാൻ സ്പെയിനിൽ പോയി തിരികെ എത്തി ചായം പൂശാൻ വേണ്ടി പ്രതിമയുടെ അടുത്തെത്തിയപ്പോൾ മുഴുവൻ പണികളും ചെയ്തു തീർത്തതായിട്ടാണ് കാണപ്പെട്ടത്. അപ്പോൾ തലേ ദിവസം മദർ മരിയാന ഈ ശില്പത്തെ നോക്കി നിൽക്കുമ്പോൾ ഒരു ദർശനം കണ്ടു. പ്രതിമയുടെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന 3 മുഖ്യദൂതന്മാർ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയും കാണുകയുണ്ടായി. 3 മുഖ്യദൂതന്മാരും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും കൂടിയാണിത് പൂർത്തിയാക്കിയത്. അവരുടെ ജോലിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഈ പ്രതിമയിലേക്ക് പ്രവേശിക്കുന്നതായും കണ്ടു. മാതാവ് തന്നെ പ്രതിമയിലേക്ക് കടന്നു ചെന്നതുകൊണ്ടാണ് കിറ്റോയിലെ പ്രതിമ ജീവനുള്ളതായിട്ട് കാണുന്നത്. കിറ്റോയിലെ പ്രതിമ ജീവനുള്ളതാണെന്ന് പ്രിയ സഹോദരങ്ങളെ, അവിടെയുള്ളവർക്കൊക്കെ അത് അറിയാമായിരിക്കും. ശില്പി പറഞ്ഞു, ഞാനല്ല ഈ പ്രതിമ പൂർത്തിയാക്കിയത്. അങ്ങനെ വിവരം കിറ്റോയിലെ മെത്രാനെ അറിയിക്കുകയും ചെയ്തു. 400 വർഷങ്ങളായി യാതൊരു അറ്റകുറ്റപ്പണികളും നടത്തുന്നില്ല എങ്കിലും ഈ പ്രതിമ പുതിയതായി തന്നെ കാണപ്പെടുന്നു. 400 വർഷങ്ങളായിട്ട്. പ്രിയ കൂട്ടുകാരെ, പല സെക്റ്റുകളുള്ളവർ പറയും പ്രതിമയെ ആരാധിക്കരുത്, പ്രതിമയെ കറക്റ്റാണ്. അതെങ്ങനെയാണ്, എന്താണ് കർത്താവ് പറഞ്ഞതെന്ന് വചനം വായിക്കണം. പ്രതിമയെ നീ ദൈവമായിട്ട് ആരാധിക്കരുത്. കാളക്കുട്ടികളൊക്കെ ഉണ്ടാക്കിയിരുന്ന കാലത്താണ് പ്രതിമയെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്. ഭൂമിയിൽ ഒരു പ്രതിമയെയും ഉണ്ടാക്കരുത്. പക്ഷെ അതേ കർത്താവ് തന്നെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കെരൂബുകൾ നിർമ്മിക്കണം, അവിടെ പ്രതിമ ഉണ്ടാക്കണം, പാമ്പിൻ്റെ പ്രതിമ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ പ്രതിമ ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് അന്യദേവന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി നീ ദൈവത്തിന് പകരമായിട്ട് അവരെ ആരാധിക്കരുത് എന്നാണ് പിതാവായ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ പിതാവായ ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാതെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഓരോ പ്രത്യക്ഷീകരണങ്ങളിൽ പറയില്ലല്ലോ. കാരണം പിതാവ് തന്നെ അയച്ചവളാണല്ലോ പരിശുദ്ധ കന്യകാമാതാവ്. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രതിമ ഇപ്പോഴും ജീവനുള്ളതായിട്ട് കാണാം എന്നാണ് പറയുന്നത്. ഈ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് അവിടെ വെളിപ്പെട്ടിട്ടുള്ള സ്വർഗീയ ഇടപെടലുകളിൽ കുറേ അസാധാരണത്വങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, 20ാം നൂറ്റാണ്ടിൽ സംഭവിക്കാനിരിക്കുന്നവ വെളിപ്പെടുത്തുന്നത് 400 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതാണ് ഏറ്റവും വലിയ സത്യം, അസാധാരണത്വം. കാരണം ഈ 400 വർഷങ്ങൾക്ക് മുമ്പ് ഇതിങ്ങനെ മാതാവിന് ആ മദറിനോട് പറയേണ്ട കാര്യമുണ്ടോ? അത് ഈ കാലഘട്ടത്തിലുള്ളവരോട് പറഞ്ഞാൽ പോരെ. അത് മുന്നേ തന്നെ പറഞ്ഞു വെച്ചത് പ്രത്യക്ഷീകരണങ്ങളുടെ സത്യം ബോധ്യപ്പെടാനാണ്. അതുപോലെ എല്ലാ ദർശനങ്ങളുടെയും വിശദാംശങ്ങൾ എഴുതി സൂക്ഷിക്കാൻ മദർ മരിയാനയോട് മെത്രാൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ 16ാം നൂറ്റാണ്ടിൽ ഒരു പ്രസക്തിയില്ലാത്ത കാര്യങ്ങളാണ്, അങ്ങ് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്നത്തെ കാര്യങ്ങൾ. അതുപോലെയാണ് കാര്യങ്ങൾ അന്നത്തെ. അത് അന്ന് കിട്ടിയ പ്രവചനങ്ങളൊക്കെ പിന്നീട് മറന്നുപോയി. കാരണം ഇത് പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എത്ര വർഷം കഴിഞ്ഞു, ആരതൊക്കെ ഓർത്തിരിക്കുന്നത്? 400 വർഷം. മരിയാന 76ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. പിന്നെ ആരത് ഓർക്കണം? അങ്ങനെ എപ്പോഴാണ് ഇതിൻ്റെ അസാധാരണത്വം വരുന്നത്? 1906 1400 വർഷം എടുക്കാറാകുമ്പോൾ 1906
ഈ കോൺവെന്റ് നവീകരിക്കാനായിട്ട് ഒരു ഭാഗം പൊളിക്കേണ്ട വന്നു. അങ്ങനെ വന്നപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ഈ കല്ലറകളും പൊളിച്ചു മാറ്റി. അപ്പോഴാണ് മദർ മരിയാനയുടെയും മറ്റ് 5 കന്യാസ്ത്രീകളുടെയും മൃതദേഹങ്ങൾ അഴുകാത്തതായി കാണപ്പെട്ടു. മാത്രമല്ല പുതിയ ലില്ലിപ്പൂക്കളുടെ സൗരഭ്യം അവയിൽ നിന്ന് വമിച്ചു എന്ന്. 400 വർഷങ്ങൾക്ക് മുൻപ് അടക്കം ചെയ്ത കല്ലറ പൊളിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ് പറയുന്നത്. ഇതൊക്കെയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സത്യാവസ്ഥ മാതാവ് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇതിനെയൊന്നും എതിർക്കാനായിട്ട് എന്ത് പറഞ്ഞാലും യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ വളരെ ചരിത്ര രേഖകളായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെയും അമ്മയുടെ സ്ഥാപനങ്ങളെയുമാണ് സാത്താൻ രണ്ടാമത് നോട്ടിടുക. കന്യകാമറിയത്തെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 കണ്ടിട്ടുണ്ടല്ലോ. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലുമാണ് ശത്രുത. അപ്പോൾ പിതാവായ ദൈവത്തോടുള്ള ശത്രുത കഴിഞ്ഞാൽ പിന്നെ അവന് വലിയ ശത്രുത വരുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിനോടാണ്. കാരണം അവൻ്റെ തല തകർക്കുക കന്യകാമറിയമാണ്, അതവനറിയാം. അതുകൊണ്ട് അവളുടേതായിട്ടുള്ള സ്ഥാപനങ്ങളെയും അവളുടേതായ പ്രത്യക്ഷീകരണങ്ങളും അവളെ ബഹുമാനിക്കുന്നവരെയും ഇവൻ അടിച്ചു നിരത്തും അപവാദം പറഞ്ഞിട്ട്. ഇതൊക്കെ ഇനി ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. അതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആത്മവിശ്വാസം, ദൃഢത, ക്ഷമ, വിശുദ്ധി, ദൈവഭക്തി ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ കന്യാസ്ത്രീകളുടെ ഈ കല്ലറ തുറന്നപ്പോൾ ഉണ്ടായ സംഭവം ലോകമാകെ വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിനെക്കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞു. 20-ാം നൂറ്റാണ്ടിന് ശേഷമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പ്രവചനങ്ങളൊക്കെ ലോകശ്രദ്ധയിലേക്ക് വന്നു. വേറെ ഒരു പ്രത്യക്ഷീകരണങ്ങളും വേണ്ട, ഈ ഒരൊറ്റ പ്രത്യക്ഷീകരണം മതി ഈ കാലഘട്ടത്തിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്. വേറെ എവിടെയും പോകണ്ട. മദർ മരിയാനെ എല്ലാവരും മറന്നുപോയി. പിന്നെ 1906 അറിയപ്പെടുന്നത്. പക്ഷേ 1611 മുതൽ ഈ മാതാവിൻ്റെ പ്രതിമയെ വർഷത്തിൽ 2 പ്രാവശ്യം ആഘോഷപൂർവ്വം പ്രദർശനം നടത്തിയിരുന്നു. എന്നാൽ ഈ കല്ലറയൊക്കെ കിട്ടിയതിന് ശേഷം, ഈ അത്ഭുതമൊക്കെ വന്നതിന് ശേഷം തീർത്ഥാടകരുടെ എണ്ണം കൂടി. പിന്നെ അത് വർഷത്തിൽ 3 പ്രാവശ്യമായിട്ട് ഈ പ്രദക്ഷിണം മാറി, ഫെബ്രുവരി, മെയ്, ഒക്ടോബർ മാസങ്ങളിൽ. ഇനി നമുക്ക് നോക്കാം അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിലെ ശ്രദ്ധാകേന്ദ്രം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ കുറിച്ചുള്ള സന്ദേശങ്ങളാണ്. ഭാവിയിൽ എന്താണ് സംഭവിക്കുക, പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൽ ശേഷം. അപ്പോൾ എപ്പോഴും മാതാവ് സന്ദേശം കൊടുക്കുമ്പോൾ സന്ദേശം കൊടുത്തിരുന്നത് 20-ാം നൂറ്റാണ്ടിന് ശേഷം സംഭവിക്കാനുള്ളവയാണ് ഇത് എന്ന് പറഞ്ഞാണത്രേ മാതാവ് മദർ മെരിയാനയ്ക്ക് സന്ദേശം കൊടുക്കുക. ഈ സന്ദേശങ്ങളൊന്നും ഈ 16-ാം നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, അമ്മ പറഞ്ഞ കാര്യങ്ങൾ. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധ്യമില്ലാത്ത സമയമാണ്. ഒന്നാമത്തെ കാര്യം മാതാവ് പറഞ്ഞത്, വിശ്വാസത്തിൽ അതിഗുരുതരമായ വീഴ്ച സംഭവിക്കും. അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. വിശ്വാസത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു. ആത്മവിശ്വാസം, ദൃഢത, ധൈര്യം, ഉറച്ച ദൈവവിശ്വാസം എന്നിവയെ മുറുകെ പിടിക്കാതെ ഒരാൾക്കും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇനിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധയോടെ കേൾക്കേണ്ടത്. വിശ്വാസത്തിൽ അതിഗുരുതരമായ വീഴ്ച സംഭവിക്കും. ഗുരുതരം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇയാളൊക്കെ ഇങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമോ എന്നിങ്ങനെ ചോദിക്കും നമ്മൾ. അതുപോലെയുള്ള ആളുകളൊക്കെ വിശ്വാസത്തിൽ വീഴും. വിശ്വാസത്തിൽ ഗുരുതരമായ വീഴ്ച പറ്റും. നമ്മളെപ്പോഴും ദൃഢവിശ്വാസം, ദൃഢത, ധൈര്യം, ഉറച്ച ദൈവവിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, കന്യാത്വം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ലോകം നിറയും. സംഭവിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുക. കന്യാത്വം നഷ്ടപ്പെടാത്ത മനുഷ്യരെ ഇന്ന് കണ്ടുകിട്ടാൻ പ്രയാസ. 3, ശ്രദ്ധിച്ച് കേൾക്കണേ, ഫ്രീ മേസണറി ശക്തി പ്രാപിക്കും. ഈ സന്ദേശം നൽകുന്ന കാലത്ത് 400 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രീ മേസണറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയില്ല, മദറിനും അറിയില്ല.
1717 ഫ്രീമേസണറിയുടെ ആദ്യത്തെ ലോഡ്ജ് ലണ്ടനിൽ സ്ഥാപിതമാകുന്നത്. ഇത് കിട്ടിയിട്ടുള്ളത് 1500 കാലഘട്ടത്തിൽ. അതുപോലെ തന്നെയാണ് ഫാത്തിമയിൽ അമ്മ പറഞ്ഞത് കമ്മ്യൂണിസം രംഗപ്രവേശനം ചെയ്യുമെന്ന്. അന്നും കമ്മ്യൂണിസം ശരിക്കും വന്നിരുന്നില്ല. അപ്പോൾ ഫ്രീമേസണറിയെ കുറിച്ചുള്ള വലിയ പ്രവചനം പരിശുദ്ധ അമ്മ 400 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയിട്ടുണ്ട്. 4-ാമത്തെ കാര്യം, മാതാവ് പറഞ്ഞു, ഫ്രീമേസണറിയിലൂടെ സാത്താൻ സഭയിൽ ഭരണം നടത്തും. നിങ്ങളോട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യം നന്നായിട്ട് അറിയാം. 5-ാമത്തെ കാര്യം, കുട്ടികളിലെ സ്വാഭാവിക നിഷ്കളങ്കത നഷ്ടമാകും. വളരെ കറക്റ്റാണത്. കുട്ടികളിൽ ഇന്ന് നിഷ്കളങ്കത ഇല്ല. കാരണം എന്താ? കുട്ടികളെ വലിയവരുടെ പോലെയുള്ള സെക്സി ഡ്രസ്സുകളിട്ട് സെക്സ് കാണിപ്പിക്കുന്നു. അതുപോലെ പ്രേമബന്ധങ്ങളെക്കുറിച്ച് പറയുന്നു. ഓരോരോ പരിപാടികളിൽ കുട്ടികളെയൊക്കെ മുതിർന്നവരെ പോലെ കാണിച്ച് ഈ കുട്ടികളിലുള്ള നിഷ്കളങ്കത ഇല്ലാതായി. ഇന്ന് കുട്ടികളെ നിങ്ങൾ നോക്കിയ പണ്ടത്തെ കുട്ടികളിലെ നിഷ്കളങ്കത എത്ര കുട്ടികളിൽ കാണും? വളർന്നു വരുമ്പോഴേക്കും പറയുന്നത് എനിക്ക് ഇന്ന ഡ്രസ്സ് വേണം, അതുപോലെ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഡ്രസ്സുകളാണ് കുട്ടികൾക്ക് ഇഷ്ടം. കാരണം അമ്മമാർ അതാണ് ഇട്ട് ശീലിപ്പിക്കുന്നത്, അതാണ് ഫാഷൻ. അവിടെയാണ് വലിയ ആളുകളാണെന്ന് തോന്നണമെങ്കിൽ കയ്യോ കാലോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ പുറത്തിടാതെ സമൂഹത്തിൽ ഇന്ന് സ്ഥാനമില്ല. എല്ലാതും ഒതുക്കി വെച്ച് മൂടിപ്പൊതിച്ച് വരുന്നവരെ ഒരു വിലയില്ല. അവർ കയറുന്ന വണ്ടിയിൽ ചിലപ്പോൾ ഇവർ കയറില്ല. കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ അതിഗംഭീരമായ ഫാഷനുകളും ഭ്രമിപ്പിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇടിയിച്ചു വരുമ്പോൾ കുട്ടികളിലെ നിഷ്കളങ്കത പോയി. പിന്നെ മേക്കപ്പ്, ലിപ്സ്റ്റിക് ഇല്ലാതെ ഇന്ന് കുട്ടികൾ ഇറങ്ങില്ല. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇതൊക്കെ പരിശുദ്ധ അമ്മ പറഞ്ഞത് 400 വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കണം. 6-ാമത്തെ കാര്യം, സ്ത്രീകൾക്ക് അവരുടെ ശാലീനത നഷ്ടമാകും. അതിന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ പിന്നിൽ നിന്ന് നടക്കുമ്പോൾ ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയില്ല. പിന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ ബോധ്യമില്ല എന്ന് തോന്നും. ഇടയ്ക്കൊക്കെ തോന്നും സ്ത്രീകളുടെ തലമുടിയിലും ആൺകുട്ടികളുടെ തലമുടിയിലാണിപ്പോൾ സാത്താൻ കയറിയിരിക്കുന്നതെന്ന്. അങ്ങനെ തന്നെ പല സ്ഥലത്തും സാത്താൻ കയറിയിരിക്കുന്നത് നമുക്ക് തോന്നും. കാരണം ഇത് അവസാന കാലഘട്ടമാണ്, സാത്താൻ ഭരണം നടത്തുന്ന കാലഘട്ടം. അതിന് നമ്മൾ പരിശുദ്ധ കുർബാനയും പരിശുദ്ധമ്മയുടെ ജപമാലയും നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിട്ട് മുറുകെ പിടിച്ചു നിൽക്കണം. 7-ാമത്തെ കാര്യം, സഭയുടെ കൈവയ്പില്ലാത്ത വിവാഹ ബന്ധങ്ങളിലൂടെ ദൈവ ആഭിമുഖ്യമില്ലാത്ത മക്കൾ ജനിക്കും. പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് ആരെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് വിവാഹ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ? ലിവിങ് ടുഗദർ അല്ലേ? കൈവയ്പില്ലാത്ത വിവാഹങ്ങൾ. ഇനി കൈവയ്പ് കൊടുക്കാൻ പാടില്ലാത്ത വിവാഹങ്ങൾക്ക് വരെ ഇൻഡയറക്റ്റ്ലി ഓരോ ആശീർവാദങ്ങൾ കിട്ടുമ്പോൾ അതും പരിശുദ്ധ അമ്മ വിലക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയുണ്ടാകുന്ന മക്കൾ ദൈവവിളികൾ ഉണ്ടാകില്ല. പിന്നെ 8-ാമത്തെ കാര്യം, നിങ്ങൾ ഓർക്കണം, 400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് അമ്മ പറഞ്ഞു വെച്ചതാ. ആൺ പെൺ വ്യത്യാസമില്ലാത്ത വേഷവിധാനങ്ങൾ, പച്ച കുത്തലുകൾ, ഹെയർ സ്റ്റൈലുകൾ, രൗദ്രഭാവത്തിലുള്ള സംഗീതാലാപനങ്ങൾ എന്നിവ നിലവിൽ വരും. 400 വർഷങ്ങൾക്ക് മുമ്പ് കന്യാസ്ത്രീകളൊക്കെ ഫുള്ള് മുഖം മൂടിയിട്ട് നടക്കുക. സ്ത്രീകളും ഒക്കെ തലമുണ്ടിട്ട് നടക്കുന്ന കാലമാണ്. വസ്ത്രം തന്നെ കിട്ടാൻ അന്ന് പാടാ. 2 വസ്ത്രമൊക്കെ അവർക്ക് മാറി എടുക്കുക ഉണ്ടാവുള്ളൂ. അന്ന് അമ്മ പറഞ്ഞു, ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത വേഷവിധാനങ്ങൾ വരും. അവസാന കാലഘട്ടത്തിൽ അത് വരിക. പച്ച കുത്തും, ഹെയർ സ്റ്റൈൽ, എങ്ങനെ ഹെയറിനെ സ്റ്റൈൽ പിടിപ്പിക്കണം എന്ന് ആലോചിച്ചിട്ടാണ്. നിങ്ങളൊരു കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോൾ നോക്കി, ആൺകുട്ടികളുടെയൊക്കെ കൈ എപ്പോഴും തലയിലാണ്, ആ മുടി ശരിക്കും നിൽക്കാൻ വേണ്ടി. പെൺകുട്ടികളോ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ വരുന്നതാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 9-ാമത്തെ കാര്യം, പുരോഹിതന്മാർ അവരുടെ കടമകളിൽ ശ്രദ്ധയില്ലാത്തവരാകും. പുരോഹിതന്മാർക്ക് അവരെ എന്തിനാണ് കർത്താവ് പൗരോഹിത്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്?
കന്യാസ്ത്രീകൾ എന്തിനാണ് അവർ ഈ സന്യാസത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്നത് മറന്ന് അവർ പലതും ചെയ്തു കൂട്ടും. ദൈവം വിളിച്ചതോ ദൈവം പറഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ചെയ്തു കൂട്ടുക എന്ന് പരിശുദ്ധ അമ്മ 400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചു. സമ്പത്തും പ്രൗഢിയുമായിരിക്കും അവരുടെ ആകർഷണങ്ങൾ. ഇതുമൂലം അനേകം വിശ്വാസികൾ നാശത്തിൽ നിപതിക്കും. ഒരു അൽമായൻ വഴിതെറ്റുമ്പോൾ അത്രയങ്ങടെ ആളുകൾ നശിക്കില്ല. ഒരു പുരോഹിതനോ ഒരു കന്യാസ്ത്രീയോ വഴിതെറ്റുമ്പോൾ ചെണ്ട കൊട്ടാനും പെരുപ്പിച്ച് പറയാനും അത് മറ്റുള്ളവരിൽ നെഗറ്റീവായിട്ട് നിറച്ചു വയ്ക്കാനും വിശ്വാസത്തിൽ നിന്നും മനുഷ്യരെ മാറ്റുവാനും സാധിക്കും. ഇത് അവസാന കാലഘട്ടത്തിൽ വരും. ഒരു കുടുംബനാഥയെ എന്തിനാണ് വിളിച്ചതെന്ന് അവൾക്ക് ബോധ്യം പോയാൽ എന്തൊക്കെ ചെയ്യും? ഒരു കുടുംബനാഥനെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് അവന് ബോധ്യമില്ലാണ്ടായാൽ അവൻ എന്ത് ചെയ്യും? അത് തന്നെയാണ് ഈ സമർപ്പിത മക്കൾക്കും സംഭവിക്കുക. കൂദാശകൾ പരികർമ്മം ചെയ്യുക എന്നതാണ് ഒരു പുരോഹിതൻ്റെ വിളിയെങ്കിൽ, സന്യാസിനികളുടെ വിളി അവരുടേതായ ആശ്രമങ്ങളിൽ ഇരുന്ന് അവരുടെ സുപ്പീരിയർമാരുടെ അനുവാദത്തോടെ കർത്താവിന് വേണ്ടി സഹിക്കാനും ജോലി ചെയ്യാനും ആത്മാക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നതൊക്കെയാണ് വിളി. അപ്പോൾ കലാസൃഷ്ടിയാണ്, കലാരൂപമാണ്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് പലരും വഴിതെറ്റി പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം നമുക്ക് ഓർക്കാം. അനേക വിശ്വാസികൾ നാശത്തിൽ നിപതിക്കും. ഇത് ചേച്ചി പറയുന്നതല്ല, പരിശുദ്ധ അമ്മ പറഞ്ഞു വെച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നേ ഉള്ളൂ. 10ാമത്തെ കാര്യം, ഈ അവസ്ഥാവിശേഷം ശിക്ഷകൾക്ക് കാരണമാകും. അപ്പോൾ പകർച്ചവ്യാധികൾ വരുമ്പോഴും ക്ഷാമം വരുമ്പോഴും ആഭ്യന്തര യുദ്ധം വരുമ്പോഴും രാജ്യാന്തര യുദ്ധം വരുമ്പോഴും വിശ്വാസത്യാഗമൊക്കെ സംഭവിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണേ എന്ന് ഓടി നടക്കണ്ട. ഇങ്ങനെയുള്ളവർ കടമകളിൽ, അൽമായരായാലും സമർപ്പിതരായാലും കടമകളിൽ ശ്രദ്ധയില്ലാതെ സമ്പത്തിൻ്റെയും പ്രൗഢിയുടെയും ജഡികതയുടെയും പിന്നാലെ പോയി വിശ്വാസികൾ വഴിതെറ്റുമ്പോൾ ദൈവം ശിക്ഷിക്കും. ആ ശിക്ഷയാണ് പകർച്ചവ്യാധികൾ, ക്ഷാമം, ആഭ്യന്തര യുദ്ധങ്ങൾ, രാജ്യാന്തര യുദ്ധങ്ങളൊക്കെ. പരിശുദ്ധ അമ്മ സന്തോഷിക്കാനുള്ള കാര്യം 11ാമത് പറഞ്ഞിട്ടുണ്ട്. സാത്താൻ വിജയം വരിച്ചു എന്ന് അഹങ്കരിക്കുന്ന ആ സമയം ഞാൻ അവനെ അവൻ്റെ സിംഹാസനത്തിൽ നിന്നും താഴെ വീഴിക്കും. പിന്നെ സാത്താൻ കന്യകാമറിയത്തിനെതിരെ അപവാദം പറയാതിരിക്കുമോ? അവൻ വീഴുക കന്യകാമറിയത്തിൻ്റെ കൈകളിലൂടെയാണ്. വിശുദ്ധ മിഖായേലും കൂടി ഉണ്ടാവും. ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? സംഭവിക്കാൻ പോണതല്ലേ. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞ കുറേ പ്രവചനങ്ങൾ ഇതിലുണ്ട്. ആ പ്രവചനങ്ങൾ നമുക്ക് നോക്കാം. ഇവ സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി സംഭവിക്കും എന്ന് പറയുന്നതും സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞ പ്രവചനങ്ങളിൽ 1ാമത്തെ പ്രവചനം, ഇന്ന് ഇക്വഡോർ എന്നറിയപ്പെടുന്ന ഒരു രാജ്യം, ഈ രാജ്യം 19ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ഇക്വഡോർ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക എന്ന് അമ്മ പ്രവചിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. 2ാമത്തെ കാര്യം, ഒരു പ്രസിഡന്റ് ഈ രാജ്യത്തെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കും, പ്രതിഷ്ഠിക്കും. ആ പ്രസിഡന്റ് ഫ്രീ മേസണുകളാൽ വധിക്കപ്പെടും. കിറ്റോയിലെ കത്തീഡ്രലിലെ പടികളിൽ വെച്ചായിരിക്കും അത് സംഭവിക്കുക. ഇതെപ്പോഴാണ് പറഞ്ഞത്? 400 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രീ മേസണറികളാൽ വധിക്കപ്പെടുന്നു ഒരു പ്രസിഡന്റ്. അത് അന്ന് പറഞ്ഞു വെച്ചതാ. കിറ്റോയിലെ കത്തീഡ്രലിന്റെ പടികളിൽ വെച്ചായിരിക്കും അത് സംഭവിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഗബ്രിയേൽ ഗാർസിയോ മൊറീനോ ആയിരുന്നു ആ പ്രസിഡന്റ്. താൻ ഫ്രീമേസണുകളാൽ വധിക്കപ്പെടാൻ ഇടയുണ്ടെന്ന് 9ാം പിയൂസ് പാപ്പായെ അദ്ദേഹം അറിയിച്ചിരുന്നു. 9ാം പിയൂസ് പാപ്പായെ ഈ പ്രസിഡന്റ് മരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ടെന്ന്. കാരണം ആ പ്രസിഡന്റ് ഈശോയുടെ തിരുഹൃദയത്തിന് ആ രാജ്യത്തെ പ്രതിഷ്ഠിക്കും. അതുകൊണ്ട് ഫ്രീമേസണുകൾ ആ പ്രസിഡന്റിനെ കൊല്ലും. അങ്ങനെ മാതാവ് മുൻകൂട്ടി അറിയിച്ച സ്ഥലത്ത് വെച്ച് തന്നെ അത് സംഭവിച്ചു. അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ മനസ്സിലാക്കണം, പ്രവചനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ഓരോ കന്യാസ്ത്രീകളും ഓരോ അൽമായരും അന്നത്തെ വിശുദ്ധരായിട്ടുള്ളവരാകാം, കുട്ടികളെ
കുട്ടികളും കന്യാസികളും ഒക്കെ ഈ അങ്ങനത്തെ ദർശനങ്ങളാണല്ലോ നമ്മളിപ്പോൾ സഭ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ വെറുതെ തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ടുള്ളതല്ല, അവരുടെ മാനസിക വിഭ്രാന്തി കൊണ്ട് പറഞ്ഞിട്ടുള്ളതല്ല, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. മൂന്നാമത്, എൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്ന മാർപ്പാപ്പ തന്നെയായിരിക്കും സഭയുടെ തെറ്റാവരവും പ്രഖ്യാപിക്കുക. അതമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ 2 പ്രഖ്യാപനവും നടത്തിയത് 9-ാം പിയൂസ് മാർപ്പാപ്പയാണ്. പ്രിയ കൂട്ടുകാരെ, ഇതിൽ കൂടുതലൊന്നും ഇനി അറിയാനില്ല. പരിശുദ്ധ അമ്മ 400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം നടക്കുക തന്നെ ചെയ്യും. ഇത് ഒന്നും നടക്കില്ലായിരുന്നുവെങ്കിൽ സ്ഥിതിവിശേഷങ്ങളൊന്നും ഇങ്ങനെ ആവില്ലായിരുന്നു. എല്ലാം മാറി മാറി മാതാവ് പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട. ഇന്നത്തെ വേഷവിധാനങ്ങളും ഇന്നത്തെ കൊലപാതകങ്ങളും ഇന്നത്തെ കുഞ്ഞുങ്ങളെയും ഇന്നത്തെ വലിയവരെയും യുവതികളെയൊക്കെ നോക്കി കാര്യം മനസ്സിലാവും. മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ വ്യാപകമായിട്ട്, വിവാഹബന്ധത്തിനൊന്നും യാതൊരു വിലയുമില്ല. ഒരു സാത്താൻ ബാധിച്ചതുപോലെയാണ് എല്ലാവരും പെരുമാറുന്നത്. പ്രിയ കൂട്ടുകാരെ, ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇതൊന്നും പ്രസക്തമല്ലാത്തത് കൊണ്ടാണ് അന്ന് അതൊന്നും അറിയപ്പെടാഞ്ഞത്. കല്ലറ തുറന്നതിന് ശേഷമാണ് ഇതൊക്കെ അറിയപ്പെടുന്നത് 1906. പിന്നീടാണ് ഇതിൻ്റെ സമയം തുടങ്ങുന്നത് 1917 ഫാത്തിമയിലെ പ്രത്യക്ഷീകരണം. ഈ ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ മുന്നോടിയായിട്ട് നടന്ന കുറേ പ്രത്യക്ഷീകരണങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിലൊന്നാണിത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടത്. എല്ലാ പ്രത്യക്ഷീകരണത്തിലും തിന്മയുടെ വ്യാപനത്തെക്കുറിച്ചാണ് അമ്മ പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, പെട്ടെന്ന് അങ്ങനെയൊരു തിന്മ വ്യാപിക്കാനുള്ള കാരണം എന്താണ്? സുവിശേഷങ്ങളിൽ ഈശോ മുൻകൂട്ടി അറിയിച്ച സമയം ആഗതമായി എന്നതാണ് അതിൻ്റെ കാരണം. സമയം തുടങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ തുടങ്ങിക്കഴിയുകയല്ല, സമയം തുടങ്ങി ഏറെ കഴിഞ്ഞു, ഇനി അവസാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നതിൻ്റെ സ്പഷ്ടമായ അടയാളമാണ് സാത്താൻ്റെ ഈ അതിപ്രസരം, വെല്ലുവിളി. സാത്താൻ്റെ ഈ വെല്ലുവിളിയാണ് ലിയോ 13 മാർപ്പാപ്പ ദർശനത്തിൽ കണ്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇത് കേട്ടിട്ട് ഒരുങ്ങണം. സാത്താനെതിരെയാണ് യുദ്ധം. അപ്പോൾ സാത്താൻ എന്തൊക്കെയാണ് ഇഷ്ടം, അതെല്ലാം നമ്മൾ എതിരായിട്ട് ചെയ്യണം. അഹങ്കാരം അവനിഷ്ടം, നമ്മൾ എളിമയുള്ളവരാകണം. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, കോപം, നീരസം, ഇത് മനുഷ്യരുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലും കുടുംബ ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലും കൂട്ടുകാരുടെ ഇടയിലും ഓഫീസുകളിലും എല്ലാം അവൻ ഈ വെറുപ്പും വൈരാഗ്യം ഒക്കെ വിതച്ചു കഴിഞ്ഞു. അതിൻ്റെ മറിമരുന്നാണ് സ്നേഹം. ആ സ്നേഹം നിലവിൽ വന്നാലേ ഇവനോടുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിക്കുകയുള്ളൂ. കുടുംബ ബന്ധങ്ങൾ പരസ്പരം ഓരോരോ സംസാരത്തിൽ കൂടെ, ഓരോരോ പ്രവർത്തനങ്ങളിൽ കൂടെ, പൈസ കൂടുതൽ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ, എന്തിനു പറയുന്നു, സഹോദരൻ, ഒരമ്മ പ്രസവിച്ച മക്കളുടെ ഹൃദയം നോക്കിയാൽ ഒരാൾക്ക് ഒരാളോട് സ്നേഹമില്ല. പല കാരണങ്ങളാ. എന്നാ ഈ ആൾ ഇങ്ങനെ ചെയ്തു, ഈ ചേട്ടൻ ഇങ്ങനെ ചെയ്തു, ഈ ചേച്ചി ഇങ്ങനെ ചെയ്തു, ഈ അനിയത്തി ഇങ്ങനെ ചെയ്തു, ക്ഷമിക്കാൻ പറ്റണില്ല. പോട്ടെ, ലോകാവസാനല്ലേ, കർത്താവ് സ്നേഹിക്കാനല്ലേ പറഞ്ഞിരിക്കണേ. ആർക്കും ഇത് പറ്റുന്നില്ല. കാരണം ഓരോ ചതികൾ കിട്ടുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വെറുപ്പ് സാത്താൻ വിതയ്ക്കും. സ്നേഹിക്കാൻ പറ്റണില്ല. സ്നേഹിക്കണം സ്നേഹിക്കണം എന്നത് തന്നെയാണ് പരിശുദ്ധമ്മയും ഈശോയും പറയുന്നത്. നമുക്ക് അതിനായിട്ട് ശ്രമിക്കാം, ശ്രമിച്ചുകൊണ്ടിരിക്കാം. എല്ലാവരെയും സ്നേഹിക്കാൻ. എത്ര നമ്മെ ചതിച്ചാലും എത്ര നമ്മെ അപവാദം പറഞ്ഞാലും ദൈവമേ എല്ലാം മറന്ന് സ്നേഹിക്കാൻ പറ്റണേ. അപ്പോഴേ സ്വർഗസ്ഥനായ പിതാവേ എന്നതിലെ പ്രാർത്ഥന അവിടത്തെ പോലെ ഇവിടെയും ആവുള്ളൂ. സ്നേഹമാണ് സർവോത്കൃഷ്ടം. അതിന് നമുക്ക് പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും അത്യാവശ്യം. കുർബാനയിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചില്ലേ, ഒരുമാതിരി സ്നേഹമല്ലേ അത്. കുരിശിൽ കിടന്ന് പടഞ്ഞ് പടഞ്ഞ് മരിച്ചിട്ട് എന്നിട്ടും പറയണത് നമ്മളെ സ്നേഹിക്കുന്നു എന്നല്ലേ. അതോർക്കാം. പരിശുദ്ധ അമ്മ പുത്രൻ്റെ ശരീരം വെച്ച് കുരിശിൻ്റെ താഴെ ഒരു ഇരിപ്പിരിക്കുന്നില്ലേ വ്യാകുല മാതാവ്. അവളുടെ മുഖം നോക്കിയാൽ മതി നമുക്ക് സ്നേഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ. നമ്മളെയൊക്കെ മറ്റുള്ളവർ അപവാദം പറയുമ്പോൾ, നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ, ഹോ ദൈവമേ മതി എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ ആ വ്യാകുലമായ മാതാവിനൊന്ന് ഓർക്കാം.
ഞാനിത് പറയുന്നത് ചിലപ്പോൾ ഞാനിങ്ങനത്തെ സൂത്രവഴികളൊക്കെ പ്രയോഗിക്കാറുണ്ട്. വേദന വരുമ്പോൾ സഹിക്കാൻ പറ്റാതെ നമ്മൾ പറഞ്ഞതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, നമ്മുടെ സ്നേഹവും മനസ്സിലാവില്ല. എത്ര സ്നേഹിച്ചാലും ഇങ്ങോട്ടിട്ട് കുത്തിക്കൊണ്ടിരിക്കും. മനുഷ്യരല്ലേ, ദേഷ്യം വരും. അവൻ്റെ ആവശ്യം അതാണ്, ദേഷ്യം വരണം. ശ്രമിക്കാം സഹോദരങ്ങളെ, അതിന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ച് നമുക്ക് മധ്യസ്ഥം യാചിക്കാം. ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. ഔസേപ്പിതാവ് ഇതുപോലെ എല്ലാം മറന്ന് നിശബ്ദമായിട്ട് സ്നേഹിച്ചവനാ. അതുകൊണ്ടാ ദൈവത്തിൻ്റെ അപ്പനായത്. നമുക്ക് ഈ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് മാതാവിക്കടോട് കൊടുത്ത ഈ പ്രവചനം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാം. സംഭവിക്കും, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചിരിക്കും. അതിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം അത് വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എസെക്കിയേൽ 39:8 പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞതൊക്കെ സംഭവിക്കും. അതുപോലെ ഫാത്തിമയിലൊരു 3 ദിവസത്തെ അന്ധകാരം, ഭൂമി ആടിയൊലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒക്കെ സംഭവിക്കും. അതൊക്കെ നമുക്ക് അടുത്ത ഒരു പങ്കുവെക്കലിൽ കേൾക്കാം. പ്രിയ സഹോദരങ്ങളെ, അന്ത്യകാലമായി എന്ന് ആരും ചെണ്ട കൊട്ടി ഇനി അറിയിക്കാൻ നിൽക്കണ്ട. അത് വന്നു കഴിഞ്ഞു. അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇനിയുള്ള കാലം, ചുരുങ്ങിയ കാലം സ്നേഹിക്കാം നമുക്ക്. അതിനുള്ള വരം നമുക്ക് പ്രാർത്ഥിച്ചു വാങ്ങാം. അല്ലാതെ രോഗശാന്തി വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് ഓടി ഇതൊക്കെ ഒരു തിന്മയുടെ ഒരു പ്രലോഭനാണിത്. എല്ലാവരും ഓടി നടക്കുന്നത് അത് വേണം, ഇത് വേണം, പരീക്ഷ എഴുതണം, അങ്ങനെ വേണം, നിയോഗങ്ങളേ ഉള്ളൂ. എനിക്ക് സ്നേഹിക്കാൻ പറ്റണം എന്ന് ആരും എഴുതി വെക്കണില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റണമെന്ന്. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെയാണ് ഈ അവസാന കാലത്ത് സാത്താനെതിരെ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. പരിശുദ്ധ കുർബാന, പരിശുദ്ധ ജപമാല, കൂദാശപരമായ ജീവിതം, ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുക. അമ്മ മാതാവ് നമ്മെ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.